ഹായ് മൈ ഡിയർ ഫ്രണ്ട്, ഞാനിപ്പോൾ ഇത് കായലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉള്ള ഒരു കായലാണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, കൊള്ളാം, ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇവിടെ നല്ല സൂര്യപ്രകാശം അടിച്ച വെള്ളത്തിൻ്റെ ഗ്ലേസിങ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഹിന്ദിക്കാരന്മാർ ഇവിടെ മീൻ പിടിക്കുകയാണ്. അവന്മാർ വലയിട്ട് മീൻ പിടിക്കുകയാണ്. അവന്മാർക്ക് കായൽ മീനെ പറ്റും. ഇവിടുത്തെ നമ്മുടെ കടൽ മീനൊന്നും അവർക്ക് പറ്റില്ല. അതുകൊണ്ട് അവർ പൈസയും വൃത്തിക്കായി. അപ്പോൾ അവരതുകൊണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കായലിൽ വന്ന് സൺഡേ ദിവസങ്ങളിൽ മീൻ പിടിച്ച് അവർ ഉപയോഗിക്കും. ഇതൊരു കായലിൻ്റെ തീരമാണ്. ഇത് വന്നിട്ട് ഒരു ഹിന്ദിക്കാരൻ കണ്ടോ, അവൻ വല പിടിക്കുക, മീൻ പിടിക്കാൻ വേണ്ടി വലയിടുകയാണ്. അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയപ്പോൾ സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അവൻ്റെ അടുത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് പിടിക്കാം. അതാ പരിപാടിയെ നോക്കട്ടെ. അവൻ വല വീശിക്കഴിഞ്ഞു. അപ്പോൾ അവൻ വലയൊക്കെ ഇട്ട് മീൻ പിടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നതൊന്ന് പോയി നോക്കാം. അപ്പോൾ അവനൊരു വല വീശിയിട്ട് അടുത്ത് വല വീശാനുള്ള പരിപാടിയിലാണ്. ആ വല ഇപ്പോൾ വീശിയത് അവൻ അടുപ്പിക്കുകയാണ്. എന്തായാലും അവന് വല വീശി നല്ല പരിജ്ഞാനമുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത വല അവൻ ഇട്ടു. ആദ്യത്തെ വലയിൽ അവൻ അധികമൊന്നും കിട്ടിയില്ല. രണ്ടാമത്തെ വലയിൽ അവൻ ഇട്ടിട്ട് വലിച്ചെടുക്കുകയാണ്. അവൻ മെല്ലെ മെല്ലെ മീനുകളൊന്നും പോകാതിരിക്കാൻ വേണ്ടി മെല്ലെ മെല്ലെ വലിച്ചെടുക്കുകയാണ് അവൻ. അപ്പോൾ എന്തെങ്കിലും അതിലുണ്ടാവും, നമുക്ക് നോക്കാം. എന്തെങ്കിലും അതിലുണ്ടാവും. പതുക്കെ മെല്ലെ മെല്ലെ വലിച്ചെടുക്കുക. ഈ കായലിൻ്റെ അടിത്തട്ട് മുഴുക്കെ ചെടിയാണ് കേട്ടോ. ബണ്ട് പോലെ ചെടിയാണ് കായലിൽ, അതായത് വയലിൽ കാണുന്നില്ല, അത്രയും പവർഫുള്ളായ ചെടിയാണ് ഈ കായലിൻ്റെ. ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ. ഞാനകത്ത് മീന് വല മീനെന്തേലും ഉണ്ടാവും. നോക്കട്ടെ. ഒരു കൊഞ്ചുണ്ട് കേട്ടോ. ഒരു കൊഞ്ച് കിടക്കുന്നത് ഞാൻ കണ്ടില്ലേ. പിന്നെ രണ്ടുപേന്മാർ അവിടെ നിന്നുകൊണ്ട് തിരിയാണ്. അവന്മാർ ഇതിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുകയായിരിക്കും. അപ്പോൾ ഇവിടെ ചീനവലയുണ്ട് കേട്ടോ. അത് കുറച്ചപ്പുറത്താണ്. അവ പിടിച്ചതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള തിരച്ചിലാണ് അവൻ. ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, തെരയുക. പക്ഷെ ഞാനതിൽ കൊഞ്ച് കണ്ടായിരുന്നു. എനിക്കപ്പോൾ കണ്ടപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഒരു കൊഞ്ച് മീനായതുകൊണ്ട് ഒരു കൊഞ്ചതിന് കിട്ടി. അവന് ഒരു കൊഞ്ചാണ് ഇത്ര നേരം വിലയിട്ടിട്ട് അവന്. ക്ഷമ വേണം ഈ പണി ചെയ്യണം, ക്ഷമ. അവന് ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടല്ല അവൻ ക്ഷമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കായൽ ഇഷ്ടപ്പെട്ടോ ഗെയ്സ്? നല്ല രസമുണ്ടല്ലേ. ബണ്ട് റോട്ടിലെ കായലാണ് കേട്ടോ. ഇത് തൈക്കുടം ബണ്ട് റോട്ടിലെ കായലാണ്. അപ്പോൾ അടുത്ത വല അവ എറിയാൻ പോവുകയാണ്. ചീന വലയ്ക്ക് അതായത് അവിടെ എന്തെങ്കിലും മീൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അവ അങ്ങോട്ട് ഇത്തിരി അകത്തി എറിഞ്ഞിരിക്കുന്നു, ആഴമുള്ള സ്ഥലത്ത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെ ജിം പ്രാക്ടീസ് ചെയ്യുകയാണ്. ഈ റൗണ്ട് നമ്മുടെ കഷത്തിൻ്റെ ഇടയിലേക്കുള്ള ഈ കൊഴുപ്പൊക്കെ മാറാൻ ഇത് നല്ലതാണ് കേട്ടോ. ഞാൻ രാവിലെയൊക്കെ വന്ന് ഇവിടെ എക്സസൈസ് ചെയ്യാറുണ്ട് മുമ്പേ. ഇപ്പോൾ കുറച്ച് ദിവസമായി ചെയ്യുന്നില്ല. അതാണ് എൻ്റെ ഈ തടി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇക്കരയാണ്, അക്കരയാണ് എൻ്റെ വീട്. ആ കെട്ടിടമൊക്കെ കാണുന്നത് അവിടെയാണ് എൻ്റെ വീട്. അപ്പുറം ഇപ്പുറമായിട്ടുള്ളൊരു ഗ്യാപ്പേ ഉള്ളൂ. ഞാൻ പാലം വഴി കയറി നടന്നു വന്ന് ഇവിടെ കൂടി നടന്നു പോകാനാണ്. അതായത് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. 2 കിലോമീറ്ററോളം ഉണ്ടാവും. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത്രയും കായലിങ്ങനെ അകലത്തിൽ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ എക്സസൈസ് ഞാനൊരു 50 പ്രാവശ്യം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് പാടുപെടുന്നത്. ഇങ്ങനെ 2 സൈഡിലും കൂടി ഇങ്ങനെ കിടന്ന് എക്സസൈസ് ചെയ്ത് കുടിക്കാൻ പോവുകയാണ്. എനിക്ക് അരയ്ക്ക് കീഴ്പോട്ട് വണ്ണം കുറവാണ്, മേലോട്ട് വണ്ണം. തടി കുറയ്ക്കണം, ഒത്തിരി ഒന്നും
ഷേപ്പ് അടുത്തിങ്ങി റൗണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തിരിഞ്ഞ് നോക്കണ്ട, എൻ്റെ പണി മാത്രം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ബേസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 കൈയിലും 2 പ്രാവശ്യം ചെയ്താൽ കഴിക്കും. അപ്പോൾ ആവശ്യത്തിലേറെ കൊഴുപ്പുണ്ട് ചോറ് തീറ്റയൊക്കെ കുറച്ചിട്ട് എക്സസൈസ് കറക്റ്റ് എക്സസൈസ് ചെയ്ത് ഈ ചോറും എണ്ണ പലഹാരങ്ങളും ഐറ്റങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ട് അവിടെയെല്ലാം അപ്പോൾ ഗെയ്സ് ഇങ്ങനെയാണ് എൻ്റെ എക്സസൈസ്. 2 സെൻറ്ററുണ്ട് കേട്ടോ ഇവിടെ എക്സസൈസ് ചെയ്യും. രാവിലെ തന്നെ വന്ന് ചെയ്യാൻ പറ്റും, വൈകുന്നേരം ഇവിടെ ചെയ്യാൻ പറ്റും. വൈകുന്നേരം 7 മണിക്ക് ശേഷം ചെറിയ തിരക്കുണ്ടാവും, എന്നാലും നമുക്ക് വന്ന് ചെയ്യാൻ പറ്റും. കൂടുതലും ബോയ്സും ഗേൾസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗേൾസ് വീട്ടമ്മമാരൊക്കെ വന്ന് ചെയ്യുന്നുണ്ട്. കടയിലൊക്കെ നിൽക്കാൻ ഞാനത് ഇടയ്ക്ക് നോക്കിയൊക്കെ ചെയ്യാറുണ്ട്. ചാടും ഓടും. ഈ പ്രാക്ടീസ് അങ്ങനെയാണ്. ഈ എക്സസൈസിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാര്യം ഇത് ചെയ്തിട്ട് എനിക്ക് ഒരു കുന്തവും തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വെറുതെ പിള്ളേർ കളിക്കുമ്പോൾ കളിക്കുകയാണ്. എന്തിനാണ് ഈ എക്സസൈസ് എന്ന് എനിക്കറിയില്ല. കണ്ടു കയറി ഇത് ചെയ്തു തന്നെയാണ്. ഈ എക്സസൈസ് എന്തിനാന്നുള്ള കാര്യം എനിക്കറിയില്ല. അടുത്ത അപ്പുറത്തിരിക്കുന്ന എക്സസൈസ് കടുപ്പമായിട്ട് കാരണം അത് ബോയ്സൊക്കെ ചെയ്യുന്നതാണ്. ഇത്തിരി പാടുള്ള ഞാനിപ്പോൾ ഇതൊരു 10 പ്രാവശ്യം ചെയ്യാൻ എനിക്കൊന്നും പറ്റുള്ളൂ. കാരണം ഇത്തിരി പാടാണ്. മുമ്പ് വരുമ്പോഴും എനിക്കത് പാടായിട്ട് തോന്നുന്നു. മുമ്പ് വരുമ്പോൾ എത്ര ചെയ്താലും 10-15 പ്രാവശ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ പുറകിൽ ആണുങ്ങളൊക്കെ ഇരിക്കുകയാണ്. അവരവരെ പണി വായി നോക്കിക്കൊണ്ടിരിക്കുന്നു, ഞാൻ എൻ്റെ കാര്യം. ഇത് ചെയ്തിട്ട് എനിക്കിനി നടക്കാൻ പോകണം. വേറൊരു ജിം പ്രാക്ടീസ് സെൻ്ററിൻ്റെ അവിടെ ഉള്ളത് പിന്നെ സൈക്കിളാണ് കേട്ടോ. സൈക്കിൾ കാലിൻ്റെത്, പിന്നെ ബോഡി ഷേപ്പ് വി ഷേപ്പ് വെക്കുന്നത്, അതൊക്കെയാണ് അതും പ്രയോജനം. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് കറക്റ്റില്ല. ഇതിപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിട്ട് അവിടെയും പോയി ചെയ്യാറുണ്ട്. നമ്മുടെ ബോഡി കറക്റ്റ് ജിം പ്രാക്ടീസ് പോലെ. അപ്പോൾ ഇത് ഞാൻ നടക്കുന്ന വഴി അവിടെ കൂടി കഴിഞ്ഞ് ജിം പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നടക്കുന്ന വഴിയിൽ കണ്ട പൂക്കളാണ്, വഴിയോരത്ത് കണ്ട പൂക്കളാണ്. ഇങ്ങനെയുണ്ട്. എൻ്റെ ഉടുപ്പും ഇതും ഒരുപോലത്തെ നിറമല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. കടലാസ് പൂവെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ കൊടുക്കുന്നത്. ഇവിടെ ചെന്ന് വീണ അവിടെ ഇച്ചപ്പോലും കിട്ടത്തില്ല. അയ്യോ, സൂക്ഷിച്ച് നടക്കണം. ഇവിടെ വീണിട്ടുള്ളവരാരും തിരിച്ചിട്ടില്ല എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. പൊങ്ങത്തില്ല, അതേ വീഴുന്ന പോലെ. അപ്പോൾ ഗെയ്സ് ഇപ്പോൾ എൻ്റെ ജിം പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ നടക്കുവാണ്. വഴിയോരത്ത് പൂക്കളൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റാണ്. ഞാനത് പൂക്കളെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ പോകും. ആരാണ്ടോ നട്ട് വളർത്തിയിരിക്കണേണ് അപ്പുറത്ത് വീട്ടുകൂടവരങ്ങനെ റോഡ് സൈഡിൽ അവർ പണിക്ക് വേണ്ടി നട്ട് വളർത്തിയിരിക്കുന്നതാണ്. കടലാസ് പൂവ്, അരളിപ്പൂവും, മഞ്ഞപ്പൂവും, ചുമന്നപ്പൂവും, ഇഷ്ടംപോലെ പൂവ് അവർ നട്ട് വളർത്തിയിട്ടുണ്ട്. കൊല പോലെ അരളിപ്പൂ. ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ പറിക്കണമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് പറിക്കുന്നില്ല. ഞാൻ നടന്ന് തപ്പൂത്ത് ഇലയുടെ ഉണ്ടാക്കാം. എങ്ങനെയുണ്ട്? ഇതിൽ കൊഴിയണി ഇലയെന്ന് പറയും ഇതിനെ.
അപ്പോൾ ഇതിനെ 2-3 ഇല അടത്തിട്ട് ഞാൻ നടക്കാൻ വന്നപ്പോൾ കണ്ടതാണ് പൊരിയണിയല്ല. ഇതിലാണ് എന്താ പറയുക, ഇലയപ്പം എന്നാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പറയുന്നത്. കുറച്ച് അടത്ത് നമുക്കൊരു 4-5 മതി, അധികം വേണ്ട. സീഡ്സ് ആയിട്ടേ ഇലാട എന്ന് പറയും. നല്ല നിറച്ചു കാച്ചു കിടക്കും. ഇവിടെ കിട്ടാത്തതൊന്നുമില്ല കേട്ടോ. എറണാകുളം സിറ്റിയിൽ നിന്ന് വന്നതായിരുന്നു. അന്വേഷിച്ചാലല്ല. ചിലർ വാഴ ഇലയിലും ഉണ്ടാക്കും കേട്ടോ. ഇതിനെ ഇങ്ങനെ മടക്ക് ഇലയട ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇത് മടക്ക് ഓരോന്നായിട്ട് ഒടിച്ച് മടക്കല്ല, ഓരോന്നോരം. ചൊറിയണല്ല, ഇത് പൊരിയണിയല്ല എന്ന് പറയും ഇലയട ഉണ്ടാക്കുന്നത്. അതെവിടെ എടുക്ക്. ഇവിടെ ഒരു പാത്രക്കടയുണ്ട്, അത് ഞാൻ കയറി നോക്കട്ടെ. ഇതൊക്കെ പാത്രങ്ങളാണ്. സ്റ്റീൽ പാത്രം വെക്കാനുള്ളതല്ലേ? എന്തെങ്കിലും ആവശ്യമുള്ളതുകൊണ്ടാന്ന് നോക്കട്ടെ. ഇതൊക്കെ എന്താ വില? 120. എല്ലാം സ്റ്റീല് മാത്രമേ ഉള്ളൂ. ഓക്കെ ഗെയ്സ്, ഒരു പാത്രം വായിക്കട്ടെ. ഹലോ ഗെയ്സ്, അങ്ങനെ അപ്പോൾ ഒരു കുഞ്ഞൻ കണ്ട അവിടെ നിന്ന് ചൂണ്ടയിടുന്നത്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് അവൻ ചൂണ്ടയിടുകയാണ്. ഒരു ചേട്ടൻ അതാ പുഴയിൽ കൂടെ സൈഡിൽ കൂടെ വരികയാണ്. അപ്പോൾ അവർ ചീന വലയിലെ മീനെടുക്കാൻ പോകുന്നവരാണ് ഇവർ. അപ്പോൾ അവർ സൈഡിൽ കൂടെ വരികയാണ്. അവർക്ക് നടുക്കൂടി പോകാൻ പേടിയാണ്. മീനവരെ പിടിച്ച്. അപ്പോൾ അതുകൊണ്ട് സൈഡിൽ കൂടെ പോവുകയാണ്. ചെറിയ കായലാണെങ്കിൽ ഡേഞ്ചർ കായലാണ്. സൈഡിൽ കൂടെ ചെയ്യുന്നത്. ഇവിടെ കൂടി കപ്പൽ, ചെറിയ ലാഞ്ച് കപ്പലൊക്കെ അത്ര ആഴം ഉണ്ടെങ്കിലല്ലേ അത് പോകും. അപ്പോൾ അവർ സൈഡിൽ ഇങ്ങനെ പോവുകയാണ്. ചീന വലയിലെ മീൻ കുഴഞ്ഞു പോവുകയാണ്. ഇത് മാർക്കറ്റിൻ്റെ അവിടെയുള്ള കറക്റ്റ് പൈസയാണോ? ഹലോ ഗെയ്സ്, ഞാൻ അപ്പോൾ നടക്കാനൊക്കെ പോയിട്ട് വന്ന് ഞാൻ ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇലയുടെക്ക് 4 എണ്ണം ഞാൻ ഉണ്ടാക്കി. ഈവനിങ്ങിലാണ്. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഈ കായലിൻ്റെ തീരം? കാണാൻ നല്ല രസമല്ലേ? ഞാൻ വന്ന് ഇലയുടെ തേങ്ങ ചീരൻ്റെ വെട്ടവും ഗോതമ്പും അരിമാവും മിക്സ് ചെയ്തിട്ടുള്ള കാഴ്ചയാണ്. ഹിന്ദിക്കാരന്മാരവിടെ ഗോതമ്പും അരിമാവും കൂടെ മിക്സ് ചെയ്ത് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് ഏലക്കയൊക്കെ വേറൊരു വശത്തുണ്ടാക്കി മീൻ പിടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ആവുകയാണ് ടേസ്റ്റ്, നല്ല രസമുണ്ട്. നൈസായിട്ടാണ് അത് ഉണ്ടാക്കി അടിക്കുന്നതാണ് ഗെയ്സ്. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഇലയട. ചൂടാണ്. ആദ്യം നിങ്ങൾക്ക് ആയിക്കോട്ടെ ഗെയ്സ്. ഞാൻ കഴിക്കുകയാണ്. കഴിച്ചു നോക്കിയിട്ട് നല്ല മധുരമുണ്ടോ കഴിച്ചു. ടേസ്റ്റുണ്ട്. അപ്പോൾ ഇതൊരു 4 എണ്ണം, ഞാൻ 7 എണ്ണം ഉണ്ടാക്കിയതിൽ 4 എണ്ണം ഞാൻ പ്ലേറ്റിലെടുത്തു. ബാക്കി ഞാൻ പാത്രത്തിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗെയ്സ്? അപ്പോൾ ഞാൻ ആ ഹിന്ദിക്കാരൻ്റെ അടുത്ത് കഴിക്കാൻ നല്ലതാണ്. എന്താണ് അവിടെ മധുരമല്ലേ? അവനിക്ക് കഴിക്കണമെന്നൊന്ന് ഞാൻ കൊണ്ടുപോയി. അവനൊരു കൂസലും ഇല്ലാണ്ട് നിന്ന് വലയെറിഞ്ഞ് മീൻ പിടിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അവൻ ഈ കിട്ടുന്ന അവരെ കാശ് മുടക്കി പറ്റത്തില്ല. കാരണം അവർക്ക് കായൽ മീനാണ് ഇഷ്ടം. കടൽ മീൻ